ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ അപകടം എന്നുള്ളതാണ്. ഹെലികോപ്റ്ററിൽ 6 യാത്രക്കാർ ഉണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട്. ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടം ഉണ്ടായത്. ഗൗരികുണ്ടിൽ വെച്ച് ഹെലികോപ്റ്റർ കാണാതായി എന്നും പറയുന്നു. ദ ഹെലികോപ്റ്റർ ദാറ്റ് വെൻ മിസ്സിംഗ് ഇൻ ഗൗരികുണ്ട് വാസ് ക്രാഷ്ഡ്. ദെർ വർ 6 people on board the crash helicopter. മോർ ഡീറ്റെയിൽസ് അവൈറ്റഡ് എന്നാണ് ഉത്തരാഖണ്ഡ് ADGP ലോ ആൻഡ് ഓർഡർ ഡോക്ടർ വി മുരുകേശൻ പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഒരു വിമാന ദുരന്തത്തിന് ഞെട്ടൽ നമ്മൾ നിൽക്കുകയാണ്. രാജ്യത്ത് അതിന്റെ തീവ്രതയുടെ പകുതിയുടെ പകുതി പോലും ഇല്ലെങ്കിൽ കൂടി ഒരു ഹെലികോപ്റ്റർ തകർന്നു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, വല്ലാത്തൊരു പകച്ചു നിൽക്കുകയാണ് ഒരു വലിയ വിമാന ദുരന്തത്തിൽ. ഇതിപ്പോൾ ഹെലികോപ്റ്റർ തകർന്നു, ഉത്തരാഖണ്ഡിലാണത്. എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ? ഹാഷ്മി സ്മിത, ഈ കഴിഞ്ഞ ദിവസമാണ് ഉത്തരാഖണ്ഡിൽ ഒരു സ്വകാര്യ ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ്, അത് ഒരു റോഡിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അത്തരമൊരു പശ്ചാത്തലം ഉണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പോയൊരു ഹെലികോപ്റ്ററാണ് കാണാതെയായിരിക്കുന്നത്. ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഗൗരികുണ്ടിൽ നിന്നാണ് ഈ വിമാനം കാണാതെയായിരിക്കുന്നത്. അതായത് ത്രിജുഗി നാരായണനും ഗൗരികുണ്ടിനും ഇടയിൽ വെച്ച് ഈ ഹെലികോപ്റ്റർ കാണാതെ ആയി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത്. 6 ആളുകൾ ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിൽ എന്താണ് ഈ ഹെലികോപ്റ്റർ ഉണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല. മറിച്ച് ഈ ഹെലികോപ്റ്റർ കാണാതെയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ചില വിവരങ്ങൾ പുറത്തു വരുന്നത് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കേദാർനാഥിൽ നിന്ന് തിരിച്ച ഈ ഒരു ഹെലികോപ്റ്റർ ആയിരുന്നു. ഈ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ കാണാതെയായിരിക്കുന്നത്. ഗൗരികുണ്ടെന്നൊക്കെ പറയുന്നത് കനത്ത വനമേഖലയാണല്ലോ അച്യുതൻ. അപ്പോൾ ഇത് വനമേഖലയിൽ എവിടെയോ വീണു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാശ്മീർ ഈ ഹെലികോപ്റ്ററിന് എന്ത് പറ്റിയുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത്. ഈ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടോ അതോ ഏതെങ്കിലും തരത്തിൽ മിസ്സായതാണോ, കാണാതെയായതാണോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഈ നിമിഷത്തിൽ വരേണ്ടിയിരിക്കുന്നു. ഈ 6 പേരുമായി സഞ്ചരിച്ച അവിടുത്തെ ഉത്തരാഖണ്ഡ് ലോ ആൻഡ് ഓർഡർ ADG ഡോക്ടർ വി മുരുകേശൻ സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ അച്യുതൻ. ഹെലികോപ്റ്റർ ദാറ്റ് വെൻ മിസ്സിംഗ് ഇൻ ഗൗരികുണ്ട് ഹാസ് ക്രാഷ്ഡ് എന്ന് പറയുന്നുണ്ട്. 6 ആൾക്കാർ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ഓൺബോർഡ് പൈലറ്റ് അടക്കം. അപ്പോൾ ഇനി അതിന് വേണ്ടി തെരച്ചിലാവും നടക്കുക അല്ലേ? തീർച്ചയായിട്ടും കാശ്മീർ അവസാനം വരുന്ന സന്ദേശം അങ്ങനെയാണ്. ഒരു ഹെലികോപ്റ്റർ തകർന്നു, അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ്. 6 പേരാണ് ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. 6 പേരെന്ന് പറയുമ്പോൾ പൈലറ്റുമാരടക്കം 6 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് എന്നുള്ള സന്ദേശം വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ രക്ഷാപ്രവർത്തനം സംബന്ധിച്ചുള്ള ദൗത്യങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച് പ്രതികൂല കാലാവസ്ഥ എപ്പോഴും ഇത്തരത്തിൽ ഹെലികോപ്റ്ററുകളുടെ സഞ്ചാരത്തെ ബാധിക്കാറുണ്ട്. അപ്രതീക്ഷിതമായി മാറുന്ന ഈ മൂടൽമഞ്ഞ് പോലുള്ള സാഹചര്യങ്ങൾ അതെപ്പോഴും ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്ററുകളുടെ ഒരു യാത്രയെ ബാധിക്കാറുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യമാണോ ഈ ഹെലികോപ്റ്റർ തകരുന്ന തരത്തിലേക്ക് ഇടയാക്കിയത് എന്ന് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ അതിൽ പുറത്തേക്ക് വരാനുണ്ട്. നിലവിലിപ്പോൾ രക്ഷാപ്രവർത്തന ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ്. 6 പേരാണ് ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വനമേഖലയിലാണ് ഈ ഹെലികോപ്റ്റർ പതിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷാദൗത്യം അല്ലെങ്കിൽ ഇനി അത് തെരച്ചിൽ അതൊക്കെ തന്നെ വലിയ വെല്ലുവിളിയാകും. ഒപ്പം തന്നെ ഈ കാലാവസ്ഥ പ്രതികൂലമാകുന്നതും വലിയ വെല്ലുവിളിയാകും. ഉറപ്പായും ഗൗരികുണ്ടെന്ന് പറയുന്നത് നിബിഡ വനമേഖലയാണ്. അപ്പോൾ അതിനുള്ളിൽ എവിടെ ആണെങ്കിൽ അത് തെരച്ചിൽ രക്ഷാദൗത്യമൊക്കെ അത്ര എളുപ്പമാവാൻ വഴി. ആ യാത്രക്കാർ ആരെല്ലാമായിരുന്നു? 6 പേര് മാത്രമാണോ ഉണ്ടായിരുന്നത്? ക്യാബിൻ ക്രൂ അടക്കമാണോ ഈ 6 പേർ? ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നു. അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം.